ഇന്ത്യൻ ക്രിക്കറ്റിന് മറ്റൊരു ഇതിഹാസത്തെ കൂടി ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിൻ ഈ ആഴ്ചയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. റെഡ് ബോൾ ക്രിക്കറ്റിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറെ വിലമതിക്കാനാവാത്തതാണെന്ന് കണക്കുകൾ പറയുന്നു. പകരം വയ്ക്കാനില്ലാത്ത മാച്ച് വിന്നർ തന്നെയായിരുന്നു അശ്വിൻ എന്ന് നിസ്സംശയം പറയാം. ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 3-ാം ടെസ്റ്റ് സമനിലയിൽ കലാശിച്ചതിനു പിന്നാലെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. ഒരു വിടവാങ്ങൽ മത്സരം തീർച്ചയായും അദ്ദേഹം അർഹിച്ചിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ അത് ലഭിച്ചില്ലെന്നു കാണാം. അശ്വിൻ മാത്രമല്ല, ഈ തരത്തിൽ ഒരു യാത്രയയപ്പ് ലഭിക്കാതെ പോയ വേറെയും ചില ഇതിഹാസ താരങ്ങളുണ്ട്. അവരാരൊക്കെയാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ ക്യാപ്റ്റന്മാരിൽ ഒരാളും ഇതിഹാസ വിക്കറ്റ് കീപ്പറുമായിരുന്ന MS ധോണിയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തീർച്ചയായും ഒരു വിടവാങ്ങൽ മത്സരം അദ്ദേഹത്തിനായി BCCI സംഘടിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ലഭിക്കാതെയാണ് ക്രിക്കറ്റിനോട് ധോണി ഗുഡ് ബൈ പറഞ്ഞത്. 2019 ഇംഗ്ലണ്ടിൽ നടന്ന ICCയുടെ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെയായിരുന്നു ധോണിയുടെ അവസാന മത്സരം. ഇന്ത്യ പൊരുതി വീണ ഈ ത്രില്ലറിൽ അദ്ദേഹം റണ്ണൌട്ടായാണ് ക്രീസ് വിട്ടത്. ഈ മത്സരത്തിനു ശേഷം ടീമിൽ നിന്നും നീണ്ട ബ്രേക്ക് എടുത്ത ധോണി 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ചത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ മാച്ച് വിന്നറും മുൻ ഇതിഹാസ ഓൾറൗണ്ടറുമായ യുവരാജ് സിംഗ് ആണ് വിടവാങ്ങൽ മത്സരം ലഭിക്കാതെ പോയവരിൽ അടുത്തയാൾ. കളിക്കളത്തിനകത്തും പുറത്തും പോരാട്ടത്തിന്റെ പര്യായമായിരുന്നു യുവി. ഗ്രൗണ്ടിൽ എതിരാളികൾക്കെതിരെ പൊരുതി ഇന്ത്യക്ക് ജയം സമ്മാനിച്ച അദ്ദേഹം മൈതാനത്തിന് പുറത്ത് അർബുദം എന്ന മാരക രോഗത്തോടും പൊരുതി ജയിച്ചിട്ടുള്ളയാളാണ്. ഈ കാരണത്താൽ തന്നെ അന്നും ഇന്നും ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരുപോലെ പ്രിയങ്കരനാണ് യുവി. പക്ഷേ അർഹിച്ച രീതിയിലുള്ള ഒരു യാത്രയയപ്പ് കിട്ടാതെയാണ് അദ്ദേഹവും പടിയിറങ്ങിയത്. 2017 വിൻഡീസിനെതിരെ യുവി അവസാനമായി ഏകദിനത്തിൽ കളിച്ചത്. അതിനുശേഷം ടീമിൽ നിന്നും ദീർഘകാലത്തേക്ക് അദ്ദേഹം തഴയപ്പെടുകയായിരുന്നു. ഒടുവിൽ 2 വർഷത്തിനു ശേഷം 2019 യുവി വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ 2 ലോകകപ്പ് വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. 2007 പ്രഥമ T20 ലോകകപ്പ് നേടിയ സംഘത്തിലുണ്ടായിരുന്ന യുവി 2011 ഏകദിന ലോകകപ്പ് വിജയത്തിലും ടീമിന്റെ ഹീറോയായി മാറി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു.